സ്വാഗതം സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡിലേക്ക്. എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്, പാറക്കൽ അബ്ദുള്ള. കുറ്റ്യാടിയിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്നു. 333 വോട്ടുകൾക്ക് മാത്രമാണ് കുറ്റ്യാടി സീറ്റ് UDF അന്ന് നഷ്ടമാക്കുന്നത്. കുറ്റ്യാടിക്കാരുടെ മുൻ MLA കൂടിയാണ് പാറക്കൽ അബ്ദുള്ള. സ്വാഗതം. കുറ്റ്യാടിയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായി എന്നാണ് കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ സി ടൈംസിനോട് പറഞ്ഞത്. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ MLA പറയട്ടെ, ഇന്ന വികസനം നടന്നുവെന്ന്. എന്താണ് നടന്ന വികസനം എന്ന് പറഞ്ഞാൽ വെറുതെ കാടടക്കി വെടിവെച്ചത് കൊണ്ട് കാര്യമില്ല. ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ MLA 2021 മുതൽ 26 വരെ എന്ത് വികസനം എവിടെയൊക്കെ നടത്തി. എന്നാൽ പാറക്കൽ അബ്ദുള്ള MLA ആയിരുന്ന 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഞാൻ 21 ലാസ്റ്റ് കുഞ്ഞമ്മദ്കുട്ടി മാഷും ഞാനും തമ്മിൽ മത്സരിക്കുന്ന ആ ഘട്ടത്തിൽ ഞാൻ വെച്ച ബോർഡുണ്ട്. 730 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഞാൻ നടത്തിയിട്ടുണ്ട്. അത് ഈ ജനങ്ങൾക്കറിയാവുന്നതാണ്. അതിൽ 3 റോഡുകൾ മാത്രമല്ല, ഫണ്ടൊക്കെ അനുവദിച്ചെങ്കിലും 3 റോഡുകൾ അത് ചില സാങ്കേതിക തടസ്സങ്ങൾ CPM പാർട്ടി ഉണ്ടാക്കിയെടുത്ത് പെഗ്മാർക്ക് വരെ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒഴിവായതല്ലാതെ പൂർണ്ണമായും ഞാനാണ് ചെയ്തത്. അതൊക്കെ തന്നെ ഈ 730 കോടിയുടെ വർക്കും ഇപ്പോൾ അവകാശപ്പെടുകയാണ് സ്വയം. ഞാൻ വെച്ച 100 കണക്കിന് ഹൈമാസ് ലോമാസ് ലൈറ്റുകളുണ്ട്. ഈ ഇതൊക്കെ തന്നെ ലൈറ്റുകൾക്കൊക്കെ മേലെ നിങ്ങൾക്കാണ് പാറക്കൽ അബ്ദുള്ള. എന്നിട്ട് ഒരു കേരളത്തിലെ ഒരു ജനപ്രതിനിധിയും MLA ചെയ്യാത്ത രൂപത്തിൽ മേലെ ഈ സ്ഥല MLAയുടെ പേരിങ്ങനെ മേലെ വെച്ചിരിക്കുക. ഇത് കാണുമ്പോൾ ആളുകൾ ചിരിക്കുകയാണ്. ഞാൻ നടത്തി ഏത് വർക്കും തുടർച്ചയാണ്. ഞാൻ കൊണ്ടുവന്ന വർക്ക് ഏതാണ്ട് ഞാനിട്ട പദ്ധതിയുമല്ലാത്ത പുതിയൊരു പദ്ധതി പറയട്ടെ. ഇപ്പോൾ പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. 24% വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 5 വർഷമായി ഒന്നും നടക്കാതെ നിൽക്കുകയെന്ന്. അവിടെ ഒരു ഡയാലിസിസ് സെൻറ്റർ ഞാൻ 1 കോടി രൂപ കൊടുത്തതാണ് കുറ്റ്യാടിയിൽ. അവിടെ ഇപ്പോഴും കിടക്കുകയാണ്. 1 മാസം മുമ്പ് അത് ഉദ്ഘാടനം. ഞാൻ ഇറങ്ങി വരുമ്പോൾ 2021 ഏതാണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ചില്ലറ കാശ് 10-25 ലക്ഷം രൂപയുണ്ടെങ്കിൽ അവിടെ RO പ്ലാന്റ് ഉണ്ടാക്കിയത് ഇത് ചെയ്യാം. പക്ഷേ RO പ്ലാന്റ് ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഉദ്ഘാടനം മാത്രം നടത്തി. ഇപ്പോൾ കെട്ടിടത്തിലൊന്നും നടക്കുന്നില്ല. 90ഓളം ആളുകൾക്ക് 90ഓളം ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാൻ സൗകര്യമുള്ള കെട്ടിടം 5 വർഷമായി ഈ സാധാരണക്കാരൻ്റെ സൗകര്യം തടഞ്ഞു വെച്ചിട്ടാണുള്ളത്. ആശുപത്രിയുടെ വികസനം ഞാൻ കൊണ്ടുവന്നതാണ്. 50 സെൻറ്റ് സ്ഥലം, ഇറിഗേഷൻ, കാലങ്ങളായി അവിടെ ആരും തിരിഞ്ഞു നോക്കാത്തിടത്ത് ഞാൻ കൊണ്ടുവന്നതാണ്. അവിടെ എന്താ ഇപ്പോൾ വർക്ക് ബ്ലോക്കിൻ്റെ ഒരു കെട്ടിടം പണി നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അതെവിടെ എത്തിയിട്ടില്ല. കാഷ്വാലിറ്റി പോലും ഇല്ലാത്തൊരു ആശുപത്രി. നിങ്ങൾ 2016 കണക്കെടുത്തോ നിങ്ങൾ. ഞാൻ പറയുന്നത് ഓരോന്നും ഞാൻ ചെയ്തതിനൊക്കെ അക്കമിട്ടൻ്റെ കയ്യിൽ. ഇപ്പോൾ ബൈപ്പാസ് ബൈപ്പാസ് 2021 കുഞ്ഞമ്മദ്കുട്ടി മാഷ് ജയിച്ചു വന്നപ്പോൾ ആദ്യത്തെ സബ്മിഷൻ കുറ്റ്യാടി ബൈപ്പാസാണ്. അതിന് ഇന്നത്തെ PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസിൻ്റെ മറുപടിയുണ്ട് സബ്മിഷന്. 2016 മുതൽ ഇന്നത് ചെയ്തു, ഇന്ന മീറ്റിംഗ് നടത്തി. 2016 ഇത്രാം തീയതി ഇന്ന മീറ്റിംഗ് നടന്നു. 2017 ഇന്നത് ചെയ്തു. 2018 എൻ്റെ പേര് പറഞ്ഞില്ല, കാരണം ഇത് ചെയ്ത MLA ആണ് മുഴുവൻ, എല്ലാവർക്കും അറിയാവുന്ന. 2021 അയാൾ ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് 90% വർക്ക് കഴിഞ്ഞിരിക്കുന്നു, 10% ഇനി ബാക്കിയുള്ളൂ. ആ ക്ലിപ്പ് എല്ലാവരുടെയും ഓടുന്നുണ്ട്, അതെല്ലാവരുടെ കയ്യിലുള്ളതാണ്. അങ്ങനെ നിങ്ങളെടുത്താൽ ഇവിടെ ഒരു വികസനവും കൊണ്ടുവന്നിട്ട് 229 കോടി രൂപയുടെ വർക്ക് കൊണ്ടുവന്നതായിട്ടാണ് ഞാൻ ആ കണക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ തോറ്റത്? അത് നമ്മൾ കാണേണ്ടത് കേരളം മുഴുക്കെ ഒരു സുനാമി ആയിട്ടാണ് അടുത്ത വർഷം CPM വന്നത്. ഏതാണ്ട് 99-100ഓളം സീറ്റ് വാങ്ങാണ്. അപ്പോഴും ഞാൻ അവരുടെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന കുറ്റ്യാടിയിൽ 167 വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. അതൊരു വലിയ തോൽവിയാണ് എന്ന്. കാരണം കേരളത്തിലൊരു വലിയ ട്രെൻഡ് ആഞ്ഞു വീശിയതാണ്.
അങ്ങനെയാണ് അതിന് പരാജയമുണ്ടായത്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും താങ്കൾ തന്നെയായിരിക്കും കുറ്റ്യാടിയിൽ UDF സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് പ്രതീക്ഷ? ഇപ്രാവശ്യം പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇല്ല, അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം ഞാൻ MLA ആയപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പിന്നെ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത്. കുറ്റ്യാടി ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും UDFന് എത്ര വോട്ട് ഭൂരിപക്ഷത്തിനുള്ള കളം ഒരുങ്ങിയിട്ടുണ്ട് നിലവിൽ? ഇല്ല, അത് ഞാൻ അങ്ങനെ കുറ്റ്യാടിയിൽ UDFന് വൻ വിജയമുണ്ടാകും, വലിയ ഞെട്ടിക്കുന്ന വിജയം. സംസ്ഥാന സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അത് കുറ്റ്യാടിയിൽ നേട്ടമാകുമെന്നുമാണ് MLAയുടെ ആത്മവിശ്വാസം. സംസ്ഥാന സർക്കാരിന് ഏത് പദ്ധതി എടുത്ത് പറയാനുള്ളത്? ഇപ്പോൾ നാഷണൽ ഹൈവേ ആണ് ഒന്ന് പറയാനുള്ളത്. നാഷണൽ ഹൈവേ ഇപ്പോൾ കൃത്യമായൊന്നും പറയുന്നില്ല. നാഷണൽ ഹൈവേ സെൻട്രൽ ഗവൺമെൻറ്റാണ് നേരത്തെ ഉണ്ടായിരുന്നതാണ്. 10% ഇവരെ അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് 5500 കോടി. ബാക്കി 55,000 കോടി സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. അത് ഈ ഗവൺമെൻറ് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടം മുതൽ ഉണ്ടായിരുന്നത് ആ പ്രപ്പോസൽ. ഏതാണ് വേറൊരു പദ്ധതി തുടങ്ങിയത് പറയും? കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ആശുപത്രി, മെഡിക്കൽ കോളേജ്, ആളുകൾ ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ മാത്രമല്ല ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്താ കാസർഗോഡ് അവസ്ഥ? എവിടെയാണ് ഒരു മെഡിക്കൽ കോളേജ് പുതുതായി എവിടെയെങ്കിലും ഒരു ആരോഗ്യരംഗത്ത് ഉണ്ടാക്കാൻ സാധിക്കും? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എവിടെയെങ്കിലും കൊടുത്തോ? ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം കൊണ്ടുവന്നോ? 4 ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചോ? പറയട്ടെ. എൻ്റെ പരിമിതമായ അറിവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ പുതിയൊരു പദ്ധതിയും നമ്മൾ കാണുന്നില്ല. സംസ്ഥാനത്ത് UDF എത്ര സീറ്റ് വരെ നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ? UDF 100+, ഒരു സംശയം അതിനില്ല. ഞങ്ങൾ പറയുന്നത് UDF ഈ നാട്ടിലെ മുഴുവൻ ആളുകളും. ഇപ്പോൾ ഞങ്ങളിവിടെ ജയിക്കുന്നതൊക്കെ UDFൻ്റെ ബലം കൊണ്ടല്ല. ഇപ്പോൾ പല തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വലിയ വിജയമാണ് ഈ കോഴിക്കോട് ജില്ലയിലും മലബാറിലും കേരളത്തിലും ഉണ്ടായിട്ടുള്ളത്. ഈ വിജയമൊക്കെ ഇപ്പോൾ കുറ്റ്യാടിയിലും വലിയ വിജയം ഉണ്ടായി. ഈ വിജയം ഞങ്ങളുടെ ശക്തിയല്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷത്തെ ഈ വ്യതിയാനം ഉണ്ടല്ലോ, വളരെ മോശമായ സമീപനം എല്ലാ മേഖലയിലും, അതിലുള്ള ഈ CPMനോട് താല്പര്യമുള്ള ഇടതുപക്ഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. ഇപ്പോഴും അവർ ഈ ഒരു വേദന കണ്ടുകൊണ്ട് ഞങ്ങൾക്കൊപ്പമുണ്ട്. മുസ്ലിം ലീഗിലെ ഐക്യക്കുറവാണ് കഴിഞ്ഞ തവണ UDF പരാജയത്തിന് കാരണമെന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ചിലരൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു ഐക്യക്കുറവ് ഉണ്ടെങ്കിൽ, വിഭാഗീയതയുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടുണ്ടോ? അതിൽ ഒരു വേണ്ടത്ര രൂപത്തിൽ അതിൽ വലിയൊരു കഴമ്പില്ലാത്ത കാര്യമാണ്. സംഘടനാ വിഷയങ്ങളൊന്നും ഇവിടെ കാര്യമായിട്ടില്ല. അതിപ്പോൾ ഏത് സംഘടന എടുത്ത് നോക്കിയാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അത് സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങളായി അന്നത്തെ MLA ബന്ധപ്പെട്ട അല്ലെങ്കിൽ XMLA എന്നുള്ള നിലയ്ക്ക് ഞാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പേഴ്സണലായി സംഘടനാ വിഷയങ്ങൾ ചെറിയ ചെറിയ പ്രശ്നം അതൊക്കെ പാർട്ടി പരിഹരിച്ചിട്ടുണ്ട്. KMCCയുടെ കൂടി നേതാവാണല്ലോ താങ്കൾ. KMCCയുടെ പൂർണ്ണ പിന്തുണ താങ്കൾക്കുണ്ട്? 100%, 100% KMCC പ്രവർത്തകന്മാർ, പൊതുസമൂഹം, നിഷ്പക്ഷരായ ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ ഇടതുപക്ഷത്തെ നല്ലവരായ മനുഷ്യസ്നേഹികളായ കമ്മ്യൂണിസ്റ്റുകാർ, അവരൊക്കെ എനിക്കൊപ്പം നേരത്തെ നിന്നിട്ടുണ്ട്. ഇപ്പോഴും അവരുടെയൊക്കെ അടിയുറച്ച പിന്തുണ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റൊരു കാര്യം, VD സതീശൻ്റെ നവയുഗ യാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോഴുണ്ടായ സ്നേഹത്തള്ളി വിവാദമാണ്. വലിയ അതൃപ്തി ഇത് പൊതുസമൂഹത്തിലും വിശേഷിച്ച് UDF പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? പ്രത്യേകിച്ച് UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? സ്റ്റേജിൽ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അത് ഞാൻ നിങ്ങളൊന്ന് കാണേണ്ടത്. രാവിലെയാണ് കുറ്റ്യാടിയിൽ ജാഥ 9:30 മണിക്ക് എത്തും എന്നാണ് പറയുന്നത്. വയനാട്ടിൽ നിന്ന് വരേണ്ടതാണ്. നമ്മൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്ര വലിയൊരു ജനക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നില്ല. കുറ്റ്യാടി മണിയൂർ മുതൽ ആളുകൾ വരണം, പല ഭാഗത്തു നിന്നാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. സംഘാടകർ ഒരു സുനാമി പോലെയാണ് പ്രകടനം വന്നത്. അപ്പോൾ പരിമിതമായ സൗകര്യമാണ് സ്റ്റേജിലുണ്ടായിരുന്നത്. സ്റ്റേജിൽ കയറിയപ്പോൾ അവിടെ അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ടായത് കാണുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഇതിപ്പോൾ 2 തവണ സ്റ്റേജിൽ അസൗകര്യം കാരണം VD സതീശനെ പ്രതിപക്ഷ നേതാവിനെ, യാത്രാ നായകനെ വിളിക്കാൻ വേണ്ടി വിളിച്ചു.
വിളിച്ചപ്പോൾ അല്ല ഷാഫി എന്ന് പറഞ്ഞപ്പോൾ ഷാഫി പറഞ്ഞു വേണ്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ 1.5 മണിക്കൂർ വൈകിയാണ് അത് അപ്പുറത്തെല്ലാം ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടു ഷാഫി ഷാഫി എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അധ്യക്ഷൻ പോയി ക്ഷണിക്കുമ്പോൾ ഷാഫി 2 പ്രാവശ്യം ഷാഫി അനൗൺസ് ചെയ്യുമ്പോൾ തടഞ്ഞപ്പോഴാണ് ഗൗരവത്തോടെ വേണ്ട എന്ന് പറഞ്ഞതാണ്. ഇത് കൃത്യമായി അറിയുന്നതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ഇതിന്, അല്ലെങ്കിൽ അവിടെ ഒരു ബഹളമായിരുന്നെങ്കിൽ ഇതൊരു ബഹളവുമില്ല. പിന്നെ എന്താ, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും, ബാക്കി ഞാൻ പറയുന്നില്ല. അതാണ് മീഡിയകളെ കാണുന്നത്. വി ഡി സതീശൻ്റെ പേര് വിളിക്കുമ്പോൾ ഷാഫി പറമ്പിൽ DCC പ്രസിഡന്റിനോട് അതൃപ്തി അറിയിക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ്. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ അവിടെ പ്രസംഗിക്കാൻ നേരത്തെ ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ ഉൾപ്പെടെ പ്രവീൺ കുമാർ ഉൾപ്പെടെ ഷാഫി ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ തീരുമാനിച്ചത്. ഈ 1.5 മണിക്കൂർ വൈകി ആകെ ബഹളമയമായി വാൻ ജനക്കൂട്ടം വന്നു. അതിനിടയിലുണ്ടായ ചെറിയ ഒരു നോട്ടപ്പിശക്, ആ ഒരു സ്റ്റേജിലുള്ള അസൗകര്യമൊക്കെ കാരണം പെട്ടെന്ന് യാത്ര വീണ്ടും തുടരേണ്ടത് കൊണ്ട് 1.5 മണിക്കൂർ ലേറ്റായതുകൊണ്ടും നമ്മളെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. അത് ഷാഫി ഉൾപ്പെടെ ഇനി പിന്നെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കട്ടെ എന്നുള്ളത്. പക്ഷേ വീണ്ടും ഷാഫിയെ വിളിച്ചപ്പോൾ ഷാഫിക്കത് ഒരു അങ്ങനെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിക്കുമ്പോൾ ഉണ്ടായ ഒരു അതൃപ്തി മാത്രം. സ്നേഹത്തള്ളു എന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഞാനും നിങ്ങളും സംസാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിന് അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഇത് അബ്ദുള്ള ഇങ്ങനെ കയർക്കുന്നു എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല. ഇതൊക്കെ നട്ടാൽ കുരുക്കാത്ത പെരുന്നുണ എന്നൊക്കെ പറയും. ഇതാരുടെ താല്പര്യമാണിത്? ഇത്രയും വലിയ ജനക്കൂട്ടം വന്നു, ഇത്രയും വലിയ ആരവുണ്ടായി, അതിലൊന്നും ആർക്കും സംശയമില്ല. എന്നിട്ട് അതിൽ ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി വല്ലാതെ സാഹസപ്പെട്ടു എന്നുള്ളതാണ്. എവിടെ മുല്ലപ്പള്ളി എവിടെ വീണു, എന്ത് പറയും, ഇതൊക്കെ എന്തും വിളിച്ച് പറയുക എന്നുള്ളതാണ്. അതേ അവസരത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇവിടെ വേറൊരു ജാഥയും കടന്നു പോയിട്ടുണ്ടായില്ല. തലേ ദിവസം ഇയാൾ സ്റ്റേജിലെത്തിയതുപോലും അറിയില്ല. എന്നോടൊരാൾ സംസാരിക്കുമ്പോൾ പത്രക്കാർ തന്നെയാണ് പറഞ്ഞത്, ഞാൻ പറയുന്നില്ല. അവർ ജാഥ വന്നിട്ടില്ല, സമ്മേളനം ആരംഭിച്ചു. അപ്പം മാഷ് വരുമ്പോൾ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി പത്രക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരൊരു ഭാഗത്ത് മാറി നിന്ന് സംസാരിക്കുക. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ആരോ പറഞ്ഞു മാഷ് സ്റ്റേജിലെത്തി പ്രസംഗം തുടങ്ങി. അപ്പോഴേ മാഷ് വന്നതും അറിയില്ല, പ്രസംഗം തുടങ്ങിയ അറിയില്ല. ഒരു യാന്ത്രികമായി. അതാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു വികാരം, വൈകാരികത. ഇതെന്താണ്? ഇത് സതീശൻ വരുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് 10,000 എന്നൊക്കെ നമ്മൾ പറയാനല്ലോ, നിങ്ങൾ കണ്ടാലോ 10,000 ഒഴുകി വരുന്നു. അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇതിലെന്തോ വിഷയമുണ്ട്. അതിപ്പോൾ ഷാഫിക്കെതിരെ എന്തെല്ലാം നുണ ഇവർ പറഞ്ഞിറക്കി, അതേ കാണുന്നുണ്ടോ? അതിലൊന്നും വേറെ യാതൊരു ഇപ്രാവശ്യവും താങ്കൾ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രതീക്ഷ. അവർ അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു താങ്കൾ തന്നെ വരുമെന്ന്. അല്ല, സ്ഥാനാർത്ഥി ആകുമെന്ന് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ളതിലപ്പുറത്ത് പാർട്ടി ഇതുവരെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവിടുത്തെ ഒരു XMLA എന്നുള്ള നിലയിൽ ഞാൻ ഫീൽഡിൽ തന്നെ ഉണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. പാർട്ടിയുടെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതല്ലാതെ ബാക്കിയൊക്കെ പാർട്ടിയാണ് പറയേണ്ടത്. ഓക്കെ, വളരെയധികം നന്ദി. ഇത്രയും നേരം സി ടൈംസിനോട് സംസാരിച്ചതിന്. സ്ഥാനാർത്ഥിയായി ആര് വരുമെന്ന് പാർട്ടി തീരുമാനിക്കും. ആര് സ്ഥാനാർത്ഥിയായാലും കുറ്റ്യാടിയിൽ UDFന് ജയം ഉറപ്പ് എന്നാണ് പാറക്കൽ അബ്ദുള്ള വ്യക്തമാക്കുന്നത്. സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് തുടരുന്നു. ഇനി അടുത്ത മണ്ഡലത്തിൽ